ഹലോ ഗായ്സ്, വെൽക്കം ടു ഷിനോപ്പൻ്റെ ലോകം. അപ്പോൾ ഇന്ന് നമുക്കൊരു തോരൻ കറി വെക്കാം. ഒരു ചുണ്ട് തോരൻ. ഈ ചുണ്ടല്ല, വാഴച്ചുണ്ടിൻ്റെ തോരൻ. അപ്പോൾ കണ്ടാലോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം, വാഴച്ചുണ്ട്. എന്നിവനെ വെട്ടിക്കണ്ടിച്ച് തോരൻ വെക്കുന്ന പരിപാടിയാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. ഇനി ഇവനെ നമുക്കൊന്ന് തോരൻ വെക്കുന്ന പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. ഈ പുറംപാളികളെല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ധാരാളം ഗുണങ്ങളുള്ള ഒരു സാധനമാണിത്. വാഴക്കൂമ്പ്, കുടപ്പൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വാഴച്ചുണ്ട്. പഴമക്കാരുടെ ആരോഗ്യ രഹസ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഒരു പ്രധാന വിഭവവും ഈ ചുണ്ടുതോരൻ തന്നെയായിരുന്നു. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ഇവൻ നമ്മുടെ വയറിനും വളരെയധികം ഗുണം ചെയ്യുന്നു. ഇതിൽ പയർ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീനും നമുക്ക് ലഭിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാവുന്ന ഒരു വിഭവം കൂടിയാണ് ഇത്. വാഴക്കൂമ്പ് നന്നായി കൊത്തിയരിഞ്ഞ് എടുത്ത് മാറ്റി വെക്കുക. ഇനി ഒരു കുക്കറിൽ കുറച്ച് പയർ, അതിപ്പോൾ ചെറുപയറോ വൻപയറോ ആവാം. ഞാൻ വൻപയറാണ് എടുത്തത്. അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക. ഇവിടെ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സവോള നന്നായി പൊടിയായി അരിഞ്ഞെടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളകും അതേപോലെ തന്നെ പൊടിയായി അരിഞ്ഞെടുക്കുക. ഇവയൊന്ന് മാറ്റിവെക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ട് നമുക്കൊന്ന് ഞെവടി നന്നായിട്ട് കറ കളഞ്ഞെടുക്കാം. കറ കളയാൻ വേണ്ടിയാണ് എണ്ണ തൂത്തിരിക്കുന്നത്. അങ്ങനെ എണ്ണ തൂത്ത് മയക്കി എടുത്തിരിക്കുന്ന ചുണ്ട് തോരൻ ആദ്യഘട്ടം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഇനി അടുപ്പ് കത്തിച്ച് അതിലേക്കൊരു ചീനിച്ചട്ടി വെക്കാം. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് അതിൽ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതേ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അല്ലാതെ ഞാൻ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇതിന് പച്ചമുളക് ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് എരിവും കിട്ടുന്നതായിരിക്കും. നമുക്കധികം എരിവിൻ്റെ ആവശ്യവും ഇല്ല ഈ കറിക്ക്. ഇപ്പം നമ്മുടെ ചീനിച്ചട്ടിയിൽ ഇതെല്ലാം വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പയറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്ത് കുറച്ച് ഈർപ്പമുണ്ട് പയർ വേവിച്ചതിൻ്റെ. ആ ഈർപ്പമായവെല്ലാം ഒന്ന് മാറുന്ന വരെ ഇളക്കിയൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചുണ്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മളൊന്ന് ആവി കയറാനായിട്ട് പൊത്തി വെക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ കരണ്ട് പോയി. ഇവിടെ നമ്മുടെ ചുണ്ട് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കി വന്നു. സ്വല്പം ഒന്ന് അടുക്കി പിടിച്ചെന്ന് തോന്നുന്നു, പക്ഷെ കരിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് എടുക്കാം. നല്ല ചോറും തോരനും ഉച്ചക്കത്തെ മീൻ വറുത്തതും ഇന്നലെ ഉണ്ടായിരുന്ന ശകലം ചക്കക്കുരു മാങ്ങയും എല്ലാം കൂടെ ചേർത്താണ് ഇന്നത്തെ നമ്മുടെ രാത്രി ഭക്ഷണം. അപ്പോൾ ഷിനോപ്പൻ്റെ മോത ചിരി കണ്ടല്ലോ, അപ്പോൾ അറിയാലോ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.